അത് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഫോറൻസിക് സർജനാണ് അതിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ. മിക്കവാറും ഒരു ഫോറൻസിക് സർജൻ തന്നെ വേണം പോസ്റ്റ്മോർട്ടം നടത്താൻ. ഇതിലും ഫോറൻസിക് സർജനാണ് നടത്തിയേക്കുന്നത്. അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും മറ്റേ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും കൂടാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതായിട്ട് കാണുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഈ സാമ്പിൾസ് കളക്ട് ചെയ്യും അകത്തുനിന്ന്. അതായത് അതിൻ്റെ എല്ലാം നെയിൽ ക്ലിപ്പിങ്സ് വരെ, നഖത്തിൻ്റെ നെയിൽ ക്ലിപ്പിങ്സ് വരെ കളക്ട് ചെയ്യും. പിന്നെ ഇതേപോലെ അകത്തുള്ള മറ്റ് വിസറ ആൻഡ് കണ്ടൻസ് അത് നോക്കിയിട്ട് അതിൽ നിന്നും എടുക്കും. കാരണം ഇത് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പോൾ മയങ്ങിപ്പോകത്തൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അത് അല്ലെങ്കിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, പോയിസണസ് സബ്സ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ രീതിയിൽ നോക്കാനായിട്ട് ഇത് കളക്ട് ചെയ്ത് വെക്കും. ഇതിലെങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ കളക്ട് ചെയ്യാതിരിക്കത്തില്ല, കളക്ട് ചെയ്യും കേട്ടോ. അപ്പൊ അത് സാധാരണ അത് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ തന്നെ കാണാറുണ്ട്. പക്ഷെ ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിൽ ഈ ഇന്റേണൽ ഓർഗൻസിന്റെ കാര്യം പറഞ്ഞേക്കുന്നതല്ലാതെ അതിന്റെ എന്തെങ്കിലും സാമ്പിൾസ് കളക്ട് ചെയ്തെന്നോ അത് പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ ബ്ലഡ് പോലും പരിശോധിക്കണം, അത് നോക്കണം. അതൊക്കെ ആ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും എണ്ണത്തിൽ, എല്ലാത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അത് കളക്ട് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം യഥാർത്ഥത്തിൽ ഒരുപാട് ഈ ദേഹത്തൊക്കെ ഉണ്ടല്ലോ വളരെ ബോഡി നന്നായിട്ട് പരിശോധിച്ചിട്ട്, അതായത് മുഴുവൻ സെല്ലോഫാൻ ടേപ്പ് ആ ഇൻക്വസ്റ്റിൽ വളരെ നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. സെല്ലോഫാൻ ടേപ്പ് വെച്ചൊക്കെ ഫോറൻസിക് എക്സ്പെർട്ട് വന്ന് പരിശോധിക്കണം. കാരണം ആരുടെങ്കിലും ഹെയർ പാർട്ടിക്കിൾസ് മുടി ദേഹത്തുണ്ടോ, അല്ലെങ്കിൽ ഈ നെയിൽ ക്ലിപ്പിങ്സ് മുഴുവൻ പരിശോധിക്കണം. കാരണം ഏതെങ്കിലും ഒരു ബലപ്രയോഗം നടത്തണമെങ്കിൽ ഈ വിക്ടിം വേറെ ആളെ പിടിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഈ തൊലി ഉണ്ടല്ലോ, ക്യൂട്ടേനിയസ് ടിഷ്യൂ, ആ നിർബന്ധമായിട്ട് നഖത്തിനകത്ത് കാണും, ഉറപ്പാണ്. വരും, എങ്ങനെയായാലും വരും. അത് ദൈവത്തിന്റെ ഒരു നിയമമാണ്, അത് കാണും. കാരണം അത് ആ സെൽസ് ഇതിൽ നിന്ന് എടുക്കും. അപ്പൊ അത് വെച്ച് കണ്ടുപിടിക്കാം അതാരാന്ന്. അത് വെച്ച് നോക്കിയാലേ DNA പോലും നോക്കാം. അപ്പൊ അത് നഖത്തിൽ നിന്നൊക്കെ നിർബന്ധമായിട്ട് നെയിൽ ക്ലിപ്പിങ്സ് എടുക്കണം. അതൊന്നും എടുത്തിട്ടുള്ളതായിട്ട്, അത് നെയിൽ ക്ലിപ്പിങ്സ് എടുത്തതായിട്ട് ഇത് കാണിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജനാണ് അത് കളക്ട് ചെയ്ത് ഈ പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. ഇങ്ങനെ ഫോറൻസിക് എക്സാമിനേഷൻ അയക്കാനായിട്ട് ലാബിലേക്ക് അയക്കാൻ വേണ്ടി എടുക്കേണ്ടതാണ്. അത് ബയോളജിക്കൽ എക്സാമിനേഷൻ നടത്താനായിട്ട് ബാക്കി ഈ വിസറ ആൻഡ് കണ്ടൻസ് അങ്ങനെയുള്ളത്, ഈ സ്പ്ലീന്റെ, അതായത് അത് ലിവറിന്റെ ഭാഗങ്ങള്, ഇതൊക്കെ കളക്ട് ചെയ്ത് അയക്കും, ഉറപ്പായിട്ട് അയക്കും. അതൊന്നും ഇവിടെ കളക്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കളക്ട് ചെയ്ത് കൊടുത്തോന്നും അറിയില്ല. പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് അത് കളക്ട് ചെയ്തെന്നോ പ്രിസർവ് ചെയ്തെന്നോ ഉള്ള കാര്യം പറഞ്ഞു കണ്ടില്ല. സാധാരണ പറയുന്നതാണ് അത്. ഇനി അത് സാധാരണ ഒരു തൂങ്ങി മരണം ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുള്ള ഒരു രീതിയിൽ, അതായത് അതുപോലുള്ള ആ തൂങ്ങി മരണമാണ്, മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളക്ട് ചെയ്തില്ലായിരിക്കും. അങ്ങനെ ഇതിപ്പോ ഇവരങ്ങ് തീരുമാനിച്ചല്ലോ, ഇത് ആത്മഹത്യയാണെന്ന് ഇവരാദ്യമേ അങ്ങ് തീരുമാനിച്ചുകൊണ്ടുള്ള പണിയാണിത്. അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് ആത്മഹത്യയാക്കണമല്ലോ. അപ്പൊ അത് തൂങ്ങി മരണമായിട്ട് മാറണം, അതാണ് കാര്യം. തൂങ്ങി മരണം അല്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് എത്രയോ കേസുകൾ ഇന്ന് തന്നെ ഇപ്പോ ശിക്ഷിച്ചേക്കുന്ന ഒരു കേസ് ഹൈക്കോടതി ഇന്നലെ ആ ശിക്ഷ ശരിവെച്ചതാണ്. ഒരു സ്ത്രീയെ ലോഡ്ജിൽ കൊണ്ടുവച്ച് കൊന്നതുണ്ട് കേട്ടോ. അവര് പൂർണ്ണ നഗ്നയായിട്ട് തൂങ്ങി നിൽക്കുകയാണ്, തൂങ്ങി മരണമാണത്. പക്ഷേ കോടതി പറഞ്ഞത്, സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയും യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്ത്രീകൾ ആരും തന്നെ ആ വസ്ത്രമില്ലാതെ ആത്മഹത്യ ചെയ്യാറില്ല യഥാർത്ഥത്തില്. അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയും ആ ശിക്ഷ ശരിവെച്ചത്. അതായത് ഭർത്താവാണ്, വിദേശത്ത് നിന്ന് വന്ന് കൊന്നിട്ട് പോയതാണ്, അതാ കാര്യം. അപ്പൊ അത് തൂങ്ങി മരണമാണ്, തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹാങ്ങിങ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള ഹാങ്ങിങ് ഉണ്ട്. ഒന്ന് സൂയിസൈഡൽ ഹാങ്ങിങ്, അത് സ്വന്തമായിട്ട് തൂങ്ങി മരിക്കുക. ഹോമിസൈഡൽ ഹാങ്ങിങ്, ആരെങ്കിലും കൊലപ്പെടുത്താനായിട്ട് തൂക്കുക, ഇതുണ്ട്. അപ്പൊ ഇതിനകത്ത് വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ട്. ഇത് ഈ റിപ്പോർട്ട്, അതായത് കെമിക്കൽ അനാലിസിസിന് അയക്കണം, ബയോളജിക്കൽ എക്സാമിനേഷൻ അയക്കണം,
ഇതെല്ലാം ലാബിലേക്ക്, ഫോറൻസിക് ലാബിലേക്ക്, സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറി തിരുവനന്തപുരത്തുണ്ട്. അതേപോലെ ഇപ്പോൾ തൃശ്ശൂരുണ്ട്, വേറെ കണ്ണൂരോ കോഴിക്കോടോ എവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ പലയിടത്തും പല ലാബുണ്ട്. നേരത്തെ മെയിനായിട്ടുള്ളത് തിരുവനന്തപുരമായിരുന്നു. അപ്പൊ അവിടെ അയക്കണം. അയച്ചിട്ട് അവിടെ നിന്നുള്ള അവിടെ പല വിങ്ങുകളുണ്ട്. കെമിക്കൽ അനാലിസിസ് നടത്തുന്ന ഒരു വിങ്ങുണ്ട്, അതേപോലെ തന്നെ ബയോളജിക്കൽ അനാലിസിസ് നടത്തുന്ന വിങ്ങുണ്ട്. അങ്ങനെ പലതുണ്ട് എക്സാമിനേഷൻ നടത്തുന്നത്. അവരെല്ലാം ഈ എക്സ്പേർട്സ് ഒക്കെ എന്റെ മുമ്പിൽ വന്നിട്ടുള്ളവരാണ് മുഴുവൻ, മിക്കവാറും ഒക്കെ. ഇപ്പൊ അവരൊക്കെ സർവീസ് കാണത്തില്ല. അപ്പൊ ഇത് ഞാനിത് കണ്ട പരിചയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തില് ഇത് മുഴുവൻ എക്സാമിൻ ചെയ്തുകൊണ്ടാണ് ഈ നെയിൽ ക്ലിപ്പിംഗ്സിനകത്ത്, അതുപോലെ തന്നെ സെല്ലോഫൈൻ ടേപ്പ് എടുത്തിട്ട് ഈ കയ്യിൽ സൂയിസൈഡൽ ഹാങ്ങിങ് ആണ് എന്ന് ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ സെല്ലോഫൈൻ ടേപ്പ് കൊണ്ട് ഈ പാമുണ്ടല്ലോ, കൈവെള്ളയിൽ നിന്ന് ഫൈബർ കളക്ട് ചെയ്യണം, കഴുത്തിലെ ഫൈബർ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്താൽ മാത്രമേ അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. ഹോമിസൈഡൽ ഹാങ്ങിങ് ആണെങ്കിൽ ഈ കൈവെള്ളയിൽ ഫൈബർ കാണത്തില്ല. കാരണം വേറെ ആള് കെട്ടിത്തൂക്കല്ലേ. ആ തൂക്കുന്ന വെപ്രാളത്തിലൊന്നും ഈയിടെ കൈ കൊണ്ട് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു 3 പേര് എടുത്ത് ഒരുത്തനെ പൊക്കി കൊടുത്തു. ഒരുത്തൻ കഴുത്തേല് ഒരു കെട്ടും കെട്ടിയിട്ട് അവൻ മരത്തെ കെട്ടി. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് അന്ന് സെല്ലോഫൈൻ ടേപ്പ് വെച്ച് എടുത്തിരുന്നു. കാരണം ഇയാളുടെ കാലൊക്കെ മുട്ടി നിൽക്കുകയായിരുന്നു ആ മരത്തില്. അങ്ങനെ വന്നപ്പോ അത് ഒരു തൂങ്ങി മരണം അല്ല എന്ന് പറഞ്ഞൊരു ബഹളം അവിടെ നടന്നു കഴിഞ്ഞപ്പോ ഈ കൈയുടെ വെള്ളയിൽ നിന്നൊക്കെ സെല്ലോഫൈൻ ടേപ്പ് വെച്ചെടുത്തു. ആ കൈയുടെ വെള്ളയിൽ ആ ഫൈബർ ഇല്ലായിരുന്നു. ഇയാളെ കഴുത്തിൽ കെട്ടി കൈലിയുടെ ഫൈബർ ഈ കൈയുടെ വെള്ളയിലില്ല. നമ്മൾ എത്ര ആയാലും ഒരു ലൈഗേച്ചർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫൈബർ നിർബന്ധമായിട്ടും കാണും. സ്വന്തമായിട്ടാണെങ്കിൽ കെട്ടി തൂങ്ങാൻ ഉപയോഗിച്ചാണെങ്കിൽ കൈയുടെ വെള്ളയിൽ കാണും. കാരണം ഇത് കെട്ടിട്ട് പോയി അയാൾക്ക് കൈ കഴുകിയിട്ട് വരാൻ പറ്റത്തില്ല, കാരണം തൂങ്ങണ്ടേ. അപ്പൊ അതിനകത്ത് നിർബന്ധമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണിത്. അത് പരിശോധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നോക്കണം. അത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇവര് വെള്ളത്തിലാവാൻ കാരണം എന്ന് പറയുന്നത് ഇത് എഴുതിയ പോലീസുകാരൻ, അതായത് ഈ വസ്ത്രങ്ങൾ പരിശോധിച്ച് ഇൻക്വസ്റ്റിന്റെ സമയത്ത് എഴുതിയില്ലേ, അയാളുടെ അണ്ടർവെയറിനകത്ത് രക്തകലക്കാരന്റെ വിവരം അതിനകത്തൊക്കെ പറഞ്ഞു. അത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒച്ചപ്പാട് വരുന്നത്. എനിക്കിത് ആദ്യം മുതലേ സംശയമുള്ളത് ഞാൻ പറഞ്ഞതുമാണ്. ഇത് ഇവര് പറഞ്ഞേക്കുന്ന ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് ആണ് പോസ്റ്റ്മോർട്ടത്തില്. ശരിയായിരിക്കും, അതിന് സംശയമൊന്നും കാണത്തില്ല. പക്ഷേ അത് ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് വലിയ ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണം. അത് കളക്ടറുടെ ഫോണൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അയാൾക്കൊന്നും വിളിക്കാനില്ലെന്ന് അങ്ങ് വെറുതെ വിളിച്ച് പറഞ്ഞാൽ മതിയോ? അത് പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പൊ അയാളെ ഒഴിവാക്കേണ്ടത് ആർക്കാണ് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഈ പണി ചെയ്യുന്നത്. അപ്പൊ അയാളെ ഒഴിവാക്കണമെന്ന് അയാൾക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. കാരണം അയാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഇത് വെറും ആത്മഹത്യയാണ്. ഇതൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് പോലീസ് എടുക്കുന്നത്. ആ എടുക്കുന്നതിന്റെ കാരണം ഈ വീഴ്ചകളാണ്, ഇത്തരമുള്ള വീഴ്ചകൾ. ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധപ്പെടും എങ്ങനെയായാലും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതൊന്നും അത്തരം പെട്ടെന്ന് റൂൾ ഔട്ട് ചെയ്ത് കളയാവുന്ന ദുരൂഹതകളല്ല, പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ അണ്ടർവെയറില് അണ്ടർ ഗാർമെന്റില് രക്തക്കറ വന്നത് എവിടുന്നാണ്, എങ്ങനെയാണ്, എന്ത് മുറിവാണ്, എവിടുന്ന് വന്നു എന്ന് പരിശോധിക്കണം. ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏനൽ ഓറിഫൈസിൽ കൂടെ അകത്ത് ബ്ലഡ് വരത്തില്ല. അപ്പൊ അകത്ത് ഏതെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് ചവിട്ട് കൊണ്ടെന്നിരിക്കട്ടെ, അകത്തോട്ട് ചവിട്ടി പരമായിട്ട് സ്റ്റാമ്പിങ് തറയിലിട്ട് ചവിട്ടുക, ചിലപ്പോൾ ചവിട്ടിട്ട് ഈ സ്റ്റൊമക്ക്, കുടല് ഇതൊക്കെ ചിലപ്പോൾ അതിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡ് ഉറപ്പായിട്ട് വരും. അത് ഏനൽ ഓറിഫൈസിൽ കൂടെ വരും. ഇത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതല്ലാത്ത ഇഞ്ചുറിയാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയൻ നോർമലാണ്. അപ്പൊ വേറെ എന്തോ ഇഞ്ചുറിയാണ് ഉള്ളത്. അത് നോ അതർ ഇഞ്ചുറീസ് ഫൗണ്ട് ഓൺ ദ ഡെഡ് ബോഡി എന്നാണ് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കാണുന്നത്. നോ അതർ ഇഞ്ചുറീസ്. ഈ ലൈഗേച്ചർ മാർക്ക് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കാരണം അവര് ഇത് തൂങ്ങി വരണമാണെന്നുള്ള ഉറപ്പില് കാഷ്വലായിട്ട് ചെയ്തേക്കാണത്. അല്ല ശരിയായ ഒരു എക്സാമിനേഷൻ ആയിട്ട് ഞാൻ കാണുന്നില്ല. ആ രീതിയിലാണ് പോയിരിക്കുന്നത്.